നെക്സ്റ്റ് ടോപ്പിക്ക് എ സിമ്പിൾ കോഡ് ജനറേറ്റർ. അതായത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ കോഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അൽഗോരിതത്തിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഇതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ അതിനെ രണ്ടെണ്ണത്തിനും പരിചയപ്പെടാം. ഇതാണ് രണ്ട് ഡാറ്റ സ്ട്രക്ചർ അല്ല, ഡിസ്ക്രിപ്റ്റേഴ്സാണ്. അപ്പോൾ അതെന്തിനു വേണ്ടി രണ്ട് ഡിസ്ക്രിപ്റ്റേഴ്സാണുള്ളത്. ഒന്ന് രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററും ഉണ്ട്, അഡ്രസ് ഡിസ്ക്രിപ്റ്ററും ഉണ്ട്. രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ എന്ന് പറഞ്ഞാൽ എ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ കീപ് ട്രാക്ക് ഓഫ് വാട്ട് ഈസ് കറൻ്റ്ലി ഇൻ ഈച്ച് രജിസ്റ്റർ. അതായത് ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് മെഷീനിൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന്. സോ ഓരോ രജിസ്റ്ററിലും അറ്റ് എ മൊമെൻറ്റ് എന്ത് ഡാറ്റയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ട്രാക്ക് അത് കീപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുന്നത്. സോ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ 3 അഡ്രസ് കോഡിലത്തെ ഓരോ ലേബൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ അത് രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആവാം. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ആവശ്യമുള്ള ടൈമിൽ ഈ ഒരു രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്രീ ഉള്ള രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ ഏതെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന രജിസ്റ്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ഈസ് കൺസൾട്ടഡ് വെനെവർ എ ന്യൂ രജിസ്റ്റർ ഈസ് നീഡഡ്. ഓക്കെ, നമ്മൾ ഇനീഷ്യലി അസ്യൂം ചെയ്യുന്നത് എല്ലാ രജിസ്റ്റേഴ്സും എംപ്റ്റി ആണെന്നാണ്. ദെൻ കോഡ് ജനറേഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ രജിസ്റ്റേഴ്സിലും ഏതെങ്കിലും വേരിയബിൾസിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അറ്റ് എ മൊമെൻറ്റ്. സോ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ കീപ് ട്രാക്ക് ഓഫ് വാട്ട് ദ രജിസ്റ്റേഴ്സ് ക്യാരി അറ്റ് എ മൊമെൻറ്റ് ഇൻ ദി കോഡ് ജനറേഷൻ ഫേസ്. അതാണ് രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ. So next is address descriptor. Address descriptor keep track of the location where the current value of the name can be found at runtime. അപ്പോൾ റൺ ടൈമിലെ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഇൻഫോർമേഷൻസ് ട്രാക്ക് ചെയ്യുന്നതാണ് അഡ്രസ് ഡിസ്ക്രിപ്റ്റർ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ആഡ് A, B എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോ എയുടെ വാല്യൂ റൺ ടൈമിൽ എവിടെയാണ്, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു കറൻറ്റ് ടൈമിൽ എയുടെ വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ യൂസ് ചെയ്യുന്നത്. സോ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ നെയിം സ്റ്റോർ ചെയ്തിരിക്കുന്നത് മേ ബി എ എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ നെയിം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ രജിസ്റ്ററിലാവാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലാവാം, ഓർ സ്റ്റാഗ് ലൊക്കേഷൻ ആവാം, അങ്ങനെ എന്ത് വേണമെന്നെങ്കിലും ആവാം. അപ്പം അങ്ങനെയുള്ള ഇൻഫർമേഷനാണ് ഏതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, അഡ്രസ് ഡിസ്ക്രിപ്റ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ രണ്ട് ഡിസ്ക്രിപ്റ്ററാണ് രജിസ്റ്റർ ആൻഡ് അഡ്രസ് ഡിസ്ക്രിപ്റ്റേഴ്സ് നമ്മൾ കോഡ് ജനറേഷനിൽ യൂസ് ചെയ്യുന്നു. സോ അടുത്തത് പറയുന്നത് കോഡ് ജനറേഷൻ അൽഗോരിതമാണ്. കോഡ് ജനറേഷൻ അൽഗോരിതത്തിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ബേസിക് ബ്ലോക്ക്. ഇൻപുട്ട് എ സീക്വൻസ് ഓഫ് 3 അഡ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ബേസിക് ബ്ലോക്ക്. സോ നമ്മൾ ഓരോ 3 അഡ്രസ് കോഡ് എടുക്കും. ഓരോ 3 അഡ്രസ് കോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ടാർഗറ്റ് കോഡ് ഓരോ സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. ഒരു 3 അഡ്രസ് കോഡ് എടുക്കും, ആ 3 അഡ്രസ് കോഡിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൽഗോരിതത്തിലേക്ക് പോകാം. അൽഗോരിതത്തിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ അൽഗോരിതത്തിലേക്ക് പോകാം. അപ്പോൾ അൽഗോരിതത്തിൽ നമ്മളിവിടെ എടുക്കുന്ന മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 അഡ്രസ് കോഡിലത്തെ x = y OP Z എന്നുള്ളൊരു ഫോമിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മളിവിടെ മോഡലായിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷൻ. അതായത് x = y OP Z എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ x = y + Z, OP എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുക മേ ബി ഒന്നുകിൽ രജിസ്റ്റേഴ്സിലായിരിക്കാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലായിരിക്കാം, ഇങ്ങനെ എവിടെ വേണമെങ്കിലും ആവാം. ആ ലൊക്കേഷന് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സിനെ സ്റ്റോർ ചെയ്യുന്നത് R0 എന്ന് പറയുന്ന രജിസ്റ്ററിലാണെന്ന് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് ഇങ്ങനെ എഴുതാൻ പറ്റും.
എങ്ങനെയാണ്? മൂവ് വൈ കോമ R0, വൈനെ R0ക്ക് മൂവ് ചെയ്തു. ആഡ് സെഡ് കോമ R0, സെഡിന് R0യിൽ ഇപ്പോൾ ഉള്ള വാല്യൂ വൈ ആണ്, അത് രണ്ടും ആഡ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ തന്നെ വെക്കും? R0യിൽ വെക്കും. R0 എന്ന് പറയുന്നത് റിസൾട്ട് ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററാണ്. റിസൾട്ട് ഏതാ? റിസൾട്ടിൻ്റെ കറസ്പോണ്ടിങ് നെയിം എക്സ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. കറസ്പോണ്ടിങ് കോഡ് ഇങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ അൽഗോരിതം വായിച്ചു നോക്കുക. അപ്പോഴാണ് അൽഗോരിതം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ. സോ കോഡ് ജനറേഷൻ അൽഗോരിതത്തിൽ നമ്മൾ ഓരോ 3 അഡ്രസ് കോഡിൻ്റെ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓരോ 3 അഡ്രസ് കോഡ് എടുക്കും, ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കും, അതിനെ കറസ്പോണ്ടിങ് ടാർഗറ്റ് കോഡായിട്ട് ജനറേറ്റ് ചെയ്യും. സോ ആദ്യത്തെ നമ്മൾ എടുക്കുന്ന മോഡൽ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് x=y_op_z ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവോക്ക് എ ഫംഗ്ഷൻ getReg to determine the location where the result of the computation y_op_z should be stored. അതായത് getReg എന്ന് പറയുന്നൊരു പ്രൊസീജിയർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. getReg എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് y_op_z എന്ന് പറയുന്ന ഓപ്പറേഷൻ, OP എന്ന് പറയുന്നത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ, അതായത് y ആഡ് c എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്, അതായത് എക്സിൻ്റെ ലൊക്കേഷൻ, എക്സ് എവിടെ സ്റ്റോർ ചെയ്യണം, ആ ലൊക്കേഷനെയാണ് ഇവിടെ എൽ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആ എല്ലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്? getReg എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നത്. സോ ലൊക്കേഷൻ, എക്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആവാം, ഒരു മെമ്മറി ലൊക്കേഷനും ആവാം. സോ getReg കോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ ലൊക്കേഷൻ എൽ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ എൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു രജിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആവാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസൾട്ട് ദ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഫോർ വൈ ടു ഡിറ്റർമിൻ വൈ ഡാഷ്. ദാറ്റ് ഈസ് നമുക്കിവിടെ ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യണം. അപ്പോൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? കോഡ് ജനറേഷൻ ഓർത്താൽ അറിയാം. വൈ മൂവ് വൈ കോമ എൽ, അങ്ങനെയാണ്. അതായത് വൈനെ എടുത്തിട്ട് നമ്മൾ എവിടേക്കെങ്കിലും, വൈ ഇപ്പോൾ മെമ്മറി ലൊക്കേഷൻ ആവാം, രജിസ്റ്റർ ആവാം, അങ്ങനെ വൈ ഇപ്പോൾ ഇരിക്കുന്നത്, വൈൻ്റെ വാല്യൂ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ എവിടെയാവാം? മെമ്മറി ലൊക്കേഷനിലാവാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിലാവാം. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും അതിനെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ എല്ല് കണ്ടുപിടിച്ചിട്ടില്ലേ, ആ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെയാണ് ടാർഗറ്റ് കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് അല്ലേ? 1 minute. ഓക്കെ, ഇവിടെ നോക്കിയേ, മൂവ് വൈ കോമ R0 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എൽ എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഞാനിവിടെ R0 ആയിട്ട് എടുത്തു എന്ന് മാത്രം. എല്ലിന് R0 ആവാം, R1 ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ ആവാം. അപ്പോൾ നമുക്കിവിടെ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വൈ എന്ന് പറയുന്ന വാല്യൂവിനെ R0 അല്ലെങ്കിൽ എല്ലിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ വൈ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവണ്ടേ? അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. കോഡ് ജനറേഷൻ അൽഗോരിതത്തിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കൺസൾട്ട് ദ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഫോർ വൈ ടു ഡിറ്റർമിൻ വൈ ഡാഷ്. വൈ ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കറൻറ്റ് ലൊക്കേഷൻ ഓഫ് വൈ. വൈൻ്റെ കറൻറ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതിനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? അഡ്രസ് ഡിസ്ക്രിപ്റ്ററിലെ വൈൻ്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ കൺസൾട്ട് ചെയ്താൽ വൈൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ വൈൻ്റെ ലൊക്കേഷൻ ഒരു രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്ററിനെ നമ്മൾ ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രിഫർ ദ രജിസ്റ്റർ ഫോർ വൈ ഡാഷ് ഇഫ് ദ വാല്യൂ ഓഫ് വൈ ഈസ് കറൻ്റ്ലി ബോത്ത് ഇൻ മെമ്മറി ആൻഡ് എ രജിസ്റ്റർ.
If the value of y is not already in L, generate the instruction move y dash comma L to place a copy of y in L. അതായത് നമ്മൾ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ നോക്കിയിട്ട് വൈൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ വൈൻ്റെ ലൊക്കേഷൻ വൈൻ്റെ വാല്യൂ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ബോത്ത് ഒരു മെമ്മറിയിലും ഉണ്ട് ഒരു രജിസ്റ്ററിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രജിസ്റ്ററിനെ പിക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? വൈൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് നിങ്ങളുടെ വൈൻ്റെ വാല്യൂ ഇരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എൽ എന്ന് പറയുന്ന ലൊക്കേഷനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ ഒരു കോഡ് അവിടെ ജനറേറ്റ് ചെയ്യണം. മൂവ് വൈ ഡാഷ് കോമ എൽ ടു പ്ലേസ് എ കോപ്പി ഓഫ് വൈ ഇൻ എൽ. അപ്പോൾ എല്ലിലേക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നമ്മുടെ റിസൾട്ട് ക്യാരി ചെയ്യേണ്ട ലൊക്കേഷനിലേക്ക് എന്തിനെ മൂവ് ചെയ്തു? വൈനെ മൂവ് ചെയ്തു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യണം. അടുത്ത ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് OP Z, L ആണ്. അപ്പോൾ സെഡിന് നമ്മൾ സെഡ് ഡാഷ് വെച്ചിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. കാരണം എന്താ? സെഡ് ഡാഷ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് സെഡ് ആണ്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെക്ക് ചെയ്യണം? അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് സെഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് സെഡ് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സെഡ് ക്യാരി ചെയ്യുന്ന വാല്യൂ ഒന്നുകിൽ രജിസ്റ്ററിലും ഉണ്ടാവും മെമ്മറി ലൊക്കേഷനിലും ഉണ്ടാവും. ദെൻ രണ്ട് സ്ഥലത്തും സെയിം വാല്യൂ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രജിസ്റ്ററിനെ ചൂസ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ കേസ് നമ്മുടെ റിസൾട്ട് ഇപ്പോൾ എവിടെ ഉണ്ടാവും? എൽ എന്ന് പറയുന്ന ലൊക്കേഷനിലുണ്ടാവും. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു ആ റിസൾട്ട് എല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എൽ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വാല്യൂ ഏതിൻ്റെ വാല്യൂ ആണ് അവിടെ ക്യാരി ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ ആണ് എല്ല് ക്യാരി ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി. എക്സ് എവിടെയാണ് ഇരിക്കുന്നത്? എല്ലിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ദ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് എക്സ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് എക്സ് ഈസ് ഇൻ ലൊക്കേഷൻ എൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ലൊക്കേഷൻ എല്ലിലാണ് ഇരിക്കുന്നത്. സോ എക്സിൻ്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ അവിടെ അപ്ഡേറ്റ് ചെയ്യാം. ദെൻ എൽ എന്ന് പറയുന്നത് രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇഫ് എൽ ഈസ് എ രജിസ്റ്റർ അപ്ഡേറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റർ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻ ദ വാല്യൂ ഓഫ് എക്സ്. അതായത് എല്ലിൻ്റെ വാല്യൂ ഇപ്പോൾ എൽ ഒരു രജിസ്റ്ററാണ്. നമ്മൾ ചൂസ് ചെയ്തത് എല്ലിനെ ഒരു രജിസ്റ്ററായിട്ട് ചൂസ് ചെയ്തത് എങ്ങനെയാണ്? ഗെറ്റ് രജിസ്റ്റർ വെച്ചിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലിൽ ഇപ്പോൾ ഇരിക്കുന്ന കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ ഏതെങ്കിലുമൊക്കെ വാല്യൂ ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്താ? എക്സിൻ്റെ വാല്യൂ ആണ്. സോ നമ്മളവിടെ എന്തും കൂടിയും ചെയ്യണം? രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററും കൂടി എന്ത് ചെയ്യണം? എല്ലിൻ്റെ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററും കൂടി അപ്ഡേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂ ഓഫ് എക്സ്. ദെൻ അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എല്ലിലാണുള്ളത്. സോ റിമൂവ് എക്സ് ഫ്രം ഓൾ അതർ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ. ബാക്കിയുള്ള ബാക്കി ഇപ്പോൾ വേറെ ഏതെങ്കിലും രജിസ്റ്ററിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാല്യൂസൊക്കെ തെറ്റാണ്. കാരണം എക്സിൻ്റെ വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ആയി. സോ അപ്ഡേറ്റ് ചെയ്തിട്ട് എക്സ് ഏതിലായിരിക്കുന്നത്? ഇപ്പോൾ എല്ലിൻ്റെ കറസ്പോണ്ടിങ് രജിസ്റ്ററിലാണ് ഇരിക്കുന്നത്. സോ ബാക്കി രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റേഴ്സിൽ നിന്നൊക്കെ എക്സിനെ റിമൂവ് ചെയ്യാം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വൈൻ്റെയും സെഡിൻ്റെ ലൊക്കേഷൻസ് കണ്ടുപിടിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന് വൈൻ്റെയും സെഡ് ദ കറൻറ്റ് വാല്യൂസ് ഓഫ് വൈ ആൻഡ് സെഡ് ഹാവ് നോ നെക്സ്റ്റ് യൂസസ് and are not live on exit from the block and are in registers. Alter the register descriptor to indicate that after execution of x equal to y op z, those registers no longer will contain y or z etc. അപ്പോൾ ഇനി നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഇവിടെ ആവശ്യമില്ല. സോറി, എക്സിൻ്റെ അല്ല വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂസ് ആവശ്യമില്ല. കാരണം അത് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ബേസിക് ബ്ലോക്കിൽ വേറൊരു സ്ഥലത്തും ഈ വൈൻ്റെയും സെഡിനെയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈൻ്റെയും സെഡിൻ്റെയും രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ 4 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കോഡ് ജനറേഷൻ അൽഗോരിതത്തിൻ്റെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇപ്പോൾ നെക്സ്റ്റ് കോഡ് ജനറേഷൻ അൽഗോരിതത്തിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗെറ്റ് രജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെറ്റ് രജ് എന്തിനു വേണ്ടിയിട്ടാണ് കോൾ ചെയ്യുന്നത്? ഫംഗ്ഷൻ ഗെറ്റ് രജ് റിട്ടേൺസ് ദ ലൊക്കേഷൻ എൽ ടു ഹോൾഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ ദി അസൈൻമെൻറ്റ് എക്സ് ഈക്വൽ ടു വൈ ഒ പി സെഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ അൽഗോരിതമാണ് ഇവിടെ ഗെറ്റ് രജിൻ്റെ കറസ്പോണ്ടിങ് പ്രൊസീജിയറാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് ജനറേഷൻ അൽഗോരിതം നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്സ് എഴുതണം പ്ലസ് ഗെറ്റ് രജിൻ്റെ
ഗെറ്റ് റെജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഓപ്പറേഷൻസും കൂടി അതിൽ ഡിസ്ക്രൈബ് ചെയ്യണം. സോ അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇഫ് ദ നെയിം y ഈസ് ഇൻ എ രജിസ്റ്റർ ദാറ്റ് ഹോൾഡ് ദ വാല്യൂ ഓഫ് no other names and y is not live and has no next use after execution of x equal to yop set, then they return the register of y for L. Update the address descriptor of y to indicate that y is no longer in L. Okay. ഇപ്പോൾ അപ്പോൾ നമ്മൾ y എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ എക്സ് ഈക്വൽ ടു YOP സെഡ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ വൈൻ്റെ ലൊക്കേഷൻ ആദ്യം നോക്കുക. y എന്ന് പറയുന്നത് രജിസ്റ്ററിന് y എന്ന് പറയുന്നത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഒരു രജിസ്റ്ററിലാണ്. y ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്ററാണ്. ദെൻ വൈൻ്റെ അടുത്ത യൂസൊന്നുമില്ല. ആ ബേസിക് ബ്ലോക്ക് കഴിഞ്ഞാൽ ആ ബേസിക് ബ്ലോക്കിനുള്ളിൽ വൈന് വേറൊരു യൂസും വരുന്നില്ല, വേറൊരു ഇൻസ്ട്രക്ഷനിലും വൈനെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വൈൻ്റെ കറസ്പോണ്ടിങ് രജിസ്റ്ററിന് ഗെറ്റ് റെജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? എക്സ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൈ ഹോൾഡ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് റിട്ടേൺ ചെയ്യുക. ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണതിന് വേണ്ടിയിട്ട്? y is not live and has no next use after execution of x equal to YOP. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈൻ്റെ കറസ്പോണ്ടിങ് ലൊക്കേഷനാണ് എല്ലിൻ്റെ ലൊക്കേഷനായിട്ട് ഗെറ്റ് റെജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ദ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ ഓഫ് y ടു ഇൻഡിക്കേറ്റ് ദാറ്റ് y ഈസ് നോ ലോങ്ങർ ഇൻ L. അതായത് ഇപ്പോൾ y ഹോൾഡ് ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ R0 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ എല്ലിൻ്റെ ലൊക്കേഷനായിട്ടാണ് രജിസ്റ്റർ R0നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റർ R0യിൽ ഇനി എന്ത് വാല്യൂസാണ് ഉണ്ടാവുക? എക്സിൻ്റെ വാല്യൂ, അതായത് എക്സിൻ്റെ വാല്യൂ ആണ് ഉണ്ടാവുക. സോ വൈൻ്റെ വാല്യൂ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററിൽ. അതാണ് ഇപ്പോൾ പറഞ്ഞ സ്റ്റെപ്പ്. ദെൻ ഇൻ കേസ് വൈ രജിസ്റ്ററിലല്ല എന്നുണ്ടെങ്കിൽ, അതാണ് സെക്കൻഡ് കേസ് പറയുന്നത്, റിട്ടേൺ ആൻ എംപ്റ്റി രജിസ്റ്റർ ഫോർ L ഇഫ് ദർ ഈസ് 1. അപ്പോൾ നമ്മൾ വൈ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു രജിസ്റ്ററിലല്ല, ഒരു മെമ്മറി ലൊക്കേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലാണ് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും എംപ്റ്റി രജിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ആ എംപ്റ്റി രജിസ്റ്ററിനെയാണ് നമ്മൾ ഗെറ്റ് റെജ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഇനി അതുമല്ല, എംപ്റ്റി രജിസ്റ്ററും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്ററിനെ അവിടെ ഫൈൻഡ് ചെയ്യും. അതായത് ഒരു രജിസ്റ്റർ, ഏതെങ്കിലും ഒരു രജിസ്റ്റർ, ആ രജിസ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഉണ്ടായിരിക്കും, എംപ്റ്റി അല്ല, അങ്ങനെയുള്ള ഒരു രജിസ്റ്ററിനെ നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ആ രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണ് ഉണ്ടാവുക? എന്തെങ്കിലും ഒരു വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ. ആ വാല്യൂസിനെ നമ്മൾ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ബൈ യൂസിങ് ദ ഇക്വേഷൻ move r, m. Store the value of r into a memory location by move r, m if it is not already in the proper memory location m. ദെൻ അത് കഴിഞ്ഞാൽ എം എന്ന് പറയുന്നതിൻ്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ അവിടെ അപ്ഡേറ്റ് ചെയ്യണം. കാരണം എന്താ? എമ്മിൽ ഇപ്പോൾ എന്ത് വാല്യൂ ഉള്ളത്? രജിസ്റ്റർ ആറിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന വാല്യൂസാണ് ഉണ്ടായിരിക്കുക. ദെൻ കറസ്പോണ്ടിങ് രജിസ്റ്റർ റിട്ടേൺ ചെയ്തു. ഓക്കെ. ദെൻ ഇഫ് ദ രജിസ്റ്റർ ആർ, നമ്മളിപ്പോൾ ചൂസ് ചെയ്ത രജിസ്റ്റർ ആറ് കുറേ വേരിയബിൾസിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ വേരിയബിളിൻ്റെ വാല്യൂ മെമ്മറി ലൊക്കേഷനിലേക്ക് 1 by 1 ആയിട്ട് മൂവ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ അപ്പോൾ ആ ഒരു ഓക്യുപ്പൈഡ് രജിസ്റ്റർ എടുക്കുക, ഓക്യുപ്പൈഡ് രജിസ്റ്ററിൻ്റെ വാല്യൂ മെമ്മറി ലൊക്കേഷനിലേക്ക് വെക്കുക, ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ അവിടെ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഈ ഓക്യുപ്പൈഡ് രജിസ്റ്ററിൻ്റെ വാല്യൂ, ആ രജിസ്റ്ററിനെ നമ്മൾ ഫ്രീ ആക്കിയിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് തേർഡ് സ്റ്റെപ്പ് പറയുന്നത്. Then if x is not used in the block or no suitable occupied register can be found, then select the memory location of x as L. ഇനി എക്സിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു, എക്സ് നമ്മൾ ഈ ബ്ലോക്കിൽ ഇനി ഫർദർ യൂസ് ചെയ്യുന്നില്ല, ഇനി വേറൊരു ഓക്യുപ്പൈഡ് ആയിട്ടുള്ള രജിസ്റ്റർ ഒന്നും, തേർഡ് സ്റ്റെപ്പും ഫെയിലായി എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ മെമ്മറി ലൊക്കേഷൻ നമ്മൾ എല്ലായിട്ട് അവിടെ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത്രയാണ്